മറ്റൊരു വാർത്തയിലേക്കാണ്. മുൻ മുഖ്യമന്ത്രി വി.എസ്. അച്യുതാനന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന എ. സുരേഷ് CPM വിട്ട കോൺഗ്രസിലേക്ക്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യത്തിൽ നേതാക്കളുമായി ചർച്ചകൾ തുടരുകയാണ്. വിവരങ്ങളുമായി ഡി. ബിനോയ് ചേരുന്നു. യാത്ര പൂർത്തിയാകുമ്പോഴേക്കും ഏതാനും പുതിയ വിസ്മയങ്ങൾ ഉണ്ടാകുമെന്ന്, അത്തരം വിസ്മയങ്ങളിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ നമുക്ക് അവസാനമായി അറിയാൻ കഴിയുന്നത് VSന്റെ ഏറ്റവും അടുത്ത സഹയാത്രികൻ എന്ന് വേണമെങ്കിൽ സുരേഷിനെ കുറിച്ച് പറയാം. അദ്ദേഹവും CPM വിട്ട് കോൺഗ്രസിലേക്ക് നീങ്ങുന്നു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശ്രീ സുരേഷ്, കേൾക്കാമോ? കേൾക്കാം, പറഞ്ഞോളൂ. എന്തായിരുന്നു തീരുമാനങ്ങളൊക്കെ? എങ്ങനെ കോൺഗ്രസ് CPM തുടരുകയാണ്? അല്ല, ഒരു തിരുത്ത് വരുത്തുകയാണ്. ഇൻട്രോയിൽ പറഞ്ഞതും ഇപ്പൊ ബിനോയ് പറഞ്ഞതും കോൺഗ്രസിലേക്ക് പോകുന്നു അല്ല. ഞാനൊരു സ്വതന്ത്ര നിലപാടുള്ള ആളാണെന്ന് ബിനോയ്ക്ക് അറിയാമല്ലോ. വർഷങ്ങളായി ബിനോയ് എന്നെ അറിയാം. അപ്പോൾ മനസ്സുള്ള ഇടതുപക്ഷ നിലപാടിനൊപ്പമാണ് ഞാനുള്ളത്. കോൺഗ്രസിലേക്ക് ചേരുന്നു എന്നുള്ള വാർത്ത അല്ല ഉള്ളത്. സ്വതന്ത്ര സ്ഥാനാർത്ഥി ആവണമെന്ന് അവർ എന്നോട് ദിവസങ്ങൾക്ക് മുമ്പ് ആവശ്യപ്പെട്ടു. ഞാൻ ആലോചിക്കണമെന്ന് പറഞ്ഞിരുന്നു. പിന്നെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടായത് ഇന്നലെ ജാഥയിൽ പങ്കെടുക്കണമെന്ന് KPCCയുടെ UDFന്റെ മുതിർന്ന നേതാക്കൾ ജാഥയിൽ താങ്കളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ സന്തോഷമായേനെ എന്ന് പറഞ്ഞു. ആലോചിക്കാമെന്ന് പറഞ്ഞു. ഇതാണ് വസ്തുത. ജാഥയിൽ പങ്കെടുക്കുന്നുണ്ടോ? അതിന്റെ കാര്യം തീരുമാനിച്ചിട്ടില്ല. ഇന്ന് ജാഥ എത്തുകയാണ്. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന ജാഥ ഇന്ന് പാലക്കാട് എത്തുകയാണ്. അതിനാണ് ഇന്നലെ വിളിച്ചത്. ഇന്നും നാളെയുമായി പാലക്കാട് പൊതുയുഗ യാത്ര ഉണ്ടെന്ന് പറഞ്ഞു. എന്നോട് പങ്കെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഞാൻ ആലോചിക്കാമെന്ന മറുപടിയാണ് അവർക്ക് നൽകിയത്. അങ്ങ് നേരത്തെ തന്നെ പാർട്ടി നടപടി അങ്ങക്കെതിരെ ഉണ്ടായിരുന്നു. VSനോടൊപ്പമുള്ള യാത്രക്കിടയിലാണ് അത്തരം ഒരു നടപടി ഉണ്ടായത്. പക്ഷേ ആ നടപടി തിരുത്താൻ പാർട്ടി തയ്യാറാവാത്തത് കൊണ്ടാണോ ഇങ്ങനെ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കണമെന്നൊരു താല്പര്യം പ്രകടിപ്പിക്കുന്നത്? അല്ല, ഞാൻ താല്പര്യം പ്രകടിപ്പിച്ചതല്ല, ഒന്നാമത്തെ കാര്യം. പിന്നെ 12 കൊല്ലം 2013 ആണ് എന്നെ പുറത്താക്കുന്നത്. ആ കാലം തൊട്ട് ഈ കാലം വരെ ഞാൻ പല അപ്പീലുകളും സംസ്ഥാന കമ്മിറ്റിക്കും ജില്ലാ കമ്മിറ്റിക്കും ജില്ലാ ഭാരവാഹികൾക്കും ഒക്കെ നൽകിയിരുന്നു. അതിന് മറുപടി പോലും ലഭിച്ചിട്ടില്ല. അത് സ്വാഭാവികമായിട്ട് ഒരു വിഷമായി ഉള്ളിലുണ്ട്. 12 കൊല്ലമായല്ലോ ഞാനൊരു പാർട്ടിയിൽ നിന്ന് പുറത്തു പോയിട്ട്, എന്നെ പുറത്താക്കിയിട്ട്. ഞാൻ സ്വയം പോയതല്ലല്ലോ. അത് VSനോടൊപ്പം ഉള്ള യാത്രയാണല്ലോ അങ്ങക്കും വലിയ വിലങ്ങുതടിയായി ആയിരിക്കാം. വിഭാഗീയതയുടെ ഭാഗമായിട്ടാണ് എന്നെ ഉൾപ്പെടെ 3 ആളുകളെ അന്ന് പുറത്താക്കിയത്. അതിനുശേഷം തിരിച്ചെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് ഞാൻ കുറെ ഈ പറഞ്ഞ പോലെ അപ്പീൽ കൊടുത്തിരുന്നു. ഇതുവരെ അതിനൊരു തീരുമാനം ഉണ്ടായതായിട്ട് അറിവില്ല. MA ബേബിക്ക് കത്ത് കൊടുത്തിരുന്നോ ഇതുമായി ബന്ധപ്പെട്ട്? MA ബേബിയോട് ഞാൻ നേരിട്ട് സംസാരിച്ചു. അദ്ദേഹം ജില്ലാ സെക്രട്ടറിയെ സമീപിക്കാൻ പറഞ്ഞു. അദ്ദേഹം ജില്ലാ സെക്രട്ടറിയോട് അന്ന് സംസാരിച്ചു എന്നോട് പറഞ്ഞത്. അതിനുശേഷം അപ്പീൽ കൊടുത്തു. പിന്നെ ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിലൊരു പോസ്റ്റ് MA ബേബിക്ക് തുറന്ന കത്ത് എഴുതുകയാണ് ചെയ്തത്. നിലവിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് മണ്ഡലമായിരിക്കും? അങ്ങനെ എന്തെങ്കിലും തീരുമാനം? പല കാര്യങ്ങളും ചർച്ചയിൽ ഉണ്ടായിരുന്നു. അതിന്റെ തീരുമാനം പറയേണ്ടതും എടുക്കേണ്ടതും UDF ആണ്. ഞാൻ എന്തായാലും ആലോചിക്കാമെന്നാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. അതിലെ മലമ്പുഴ VSന്റെ പഴയ മണ്ഡലമാണ്. VSന് വളരെയധികം വേരോട്ടമുള്ള ഒരു മണ്ഡലമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മലമ്പുഴയോട് താല്പര്യം കാണിക്കുമോ? അല്ല, അത് ആലോചിക്കേണ്ട കാര്യമാണ്. മലമ്പുഴ സ്വാഭാവികമായിട്ടും VSന്റെ PA ആവുന്നതിന് മുമ്പ് തന്നെ ഞാൻ ധനകാര്യമന്ത്രിയുടെ കൂടെ ഉണ്ടായിരുന്നു. ആ മണ്ഡലത്തിൽ പ്രതികരിച്ച മന്ത്രിയുടെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് VS മത്സരിക്കാമെന്നുള്ള VSന്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. അതെന്തായാലും തീരുമാനം എടുക്കേണ്ട കാര്യമാണ്. സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ച് തീരുമാനിക്കേണ്ടത് UDFന്റെ നേതൃത്വമാണ്. നിലവിൽ പാർട്ടിയുമായിട്ട് ഇപ്പോൾ ഒരു ബന്ധവുമില്ല, പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കുന്നില്ല, അങ്ങനെയാണോ? അങ്ങനെ തന്നെ പറയാമോ? ഞാൻ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. എന്നാലാവുന്ന പരിപാടികളിൽ അനുഭാവിയും നൽകി ഞാൻ പങ്കെടുക്കാറുണ്ട്. മെമ്പർഷിപ്പ് ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. പാർട്ടി മെമ്പർഷിപ്പ് ഇല്ല? ഇല്ല. ആരൊക്കെയായിരുന്നു വിളിച്ച്? ഫോണിൽ ആയിരുന്നല്ലോ ചർച്ചകളൊക്കെ. ആരൊക്കെയായിരുന്നു? അത് പുറത്ത് ഡിസ്ക്ലോസ് ചെയ്യുന്നത് തെറ്റല്ലേ? എന്നാലും AICC നേതാക്കന്മാരാരെങ്കിലും ഒക്കെ UDFന്റെ ഉന്നത ലീഡർഷിപ്പ് സംസാരിച്ചിരുന്നു, നേരിട്ടും ഫോണിലൂടെ. ഈ മലമ്പുഴയിൽ ഒരു സാധ്യത സുരേഷിന് എങ്ങനെയാണ്? അല്ല, മലമ്പുഴ CPMന്റെ ഏറ്റവും ഉരുക്കുകോട്ടയായിട്ട് അറിയപ്പെടുന്ന മണ്ഡലമാണ്. ഇപ്പൊ BJPക്ക് അത്യാവശ്യം സ്വാധീനമുണ്ട്. കഴിഞ്ഞ 2 തവണയായിട്ട് മലമ്പുഴ UDFന് 3-ാം സ്ഥാനത്തുള്ളത്. അപ്പോൾ അവിടെ ഒരു വിജയം ആവർത്തിക്കാൻ കഴിയുമോ മലമ്പുഴയിൽ? അതൊന്നും പറയാൻ പറ്റില്ല, ഇലക്ഷൻ അല്ലേ. അപ്പോൾ ജാഥയിൽ പങ്കെടുക്കില്ല, പക്ഷേ ഇന്നത്തെ ജാഥയിൽ ഞാൻ പങ്കെടുക്കുന്നില്ല. പിന്നെ നാളെയും ജാഥയുണ്ട്. വേണോ എന്നുള്ളത് പിന്നീട് ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്.
കാര്യം കൂടി, ഒരു വ്യക്തിപരമായ ഒരു കാര്യം കൂടി ഞാൻ ഒന്ന് ചോദിക്കുകയാണ്. ശ്രീ സുരേഷ്, അങ്ങ് VS-നോടൊപ്പം വളരെ നാൾ യാത്ര ചെയ്ത ഒരാളാണ്, അദ്ദേഹത്തിൻ്റെ മനസ്സറിയാവുന്ന ഒരാളാണ്. ഈ പത്മ പുരസ്കാരം ഇപ്പം തന്നെ VS-ന് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബവും പാർട്ടിയും അത് സ്വീകരിക്കേണ്ടാവുന്നൊരു നിലപാട് എടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് സുരേഷ് കാണുന്നത്? അത് സ്വാഭാവികമായിട്ട് കമ്മ്യൂണിസ്റ്റ് നേതാക്കളെ സംബന്ധിച്ച് അത് അത്തരം സ്റ്റേറ്റ് കൊടുക്കുന്ന അവാർഡുകൾക്ക് വേണ്ടി എല്ലാ പൊതുപ്രവർത്തനം ജനങ്ങൾക്കിടയിലുള്ള പ്രവർത്തനം നടത്തുന്നത് അത് സ്വീകരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് രീതിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൻ ഇപ്പോഴും സുരേഷിനോടൊപ്പമുണ്ട്? തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ, സ്വാഭാവികമായിട്ടും. ഓക്കെ, താങ്ക് യു. ഓക്കെ. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ പേഴ്സണൽ അസിസ്റ്റന്റ് ആയിരുന്ന A സുരേഷ് CPM വിട്ട് കോൺഗ്രസിന്റെ സ്വതന്ത്രനാകാൻ പോകുന്നു എന്നൊരു വാർത്തയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാര്യത്തിൽ നേതാക്കളുമായി ചർച്ചകൾ തുടരുകയാണ്. നമ്മളോടൊപ്പം വിവരങ്ങൾ പങ്കുവച്ചത് D ബിനോയിയും A സുരേഷുമാണ്.